വർക്കലയിൽ പുതിയതായി തുടങ്ങിയ ഒരു റിസോർട്ടിൻ്റെ ഉദ്ഘാടനത്തിന് സർവീസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാനും ഷാറൂഖും നേരത്തെ തന്നെ എത്തിയിരുന്നു. റിസോർട്ട് നല്ല അടിപൊളി ഭംഗിയുള്ളതായിരുന്നു. വർക്കല എസ്.എൻ. കോളേജിൻ്റെ പുറകെ സൈഡിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞാനും ഷാറൂഖും അവിടെ എത്തി. പ്ലേറ്റ് എല്ലാം വൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലേറ്റ് എല്ലാം തുടച്ച് വെച്ചതിന് ശേഷം സൂപ്പ് ബൗൾ ഉണ്ടായിരുന്നു. സൂപ്പ് ബൗളും ഞങ്ങൾ തുടച്ച് വെച്ചു. അപ്പോഴേക്കും ബാലുവും കണ്ണേണ്ണനും അവിടെ എത്തി. പിന്നെ ടേബിളെല്ലാം സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി ഇട്ടു. ബൊഫെ കൗണ്ടർ ഇന്നലെ നൈറ്റ് തന്നെ ബാലു വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു ഇപ്പോൾ ബൊഫെ കൗണ്ടർ അവിടെ നിന്ന് മാറ്റണമെന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ബൊഫെ കൗണ്ടർ മാറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു. കൊണ്ടുവന്ന കോട്ട് ബാലുവിന് കറക്റ്റ് പാകമായി. അതുമിട്ട് ബാലു അവിടെ കിടന്ന ഷെയിനായിരുന്നു. പിന്നെ ബാക്കി വന്ന ചെയറെല്ലാം അവിടെ നിന്ന് ഒതുക്കി ആ സൈഡിലാണ് ഡെക്കറേഷൻ അടിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഡെക്കറേഷനും അടിച്ചിട്ടു, എല്ലാം റെഡിയാക്കി. ഒരു ടേബിള് അല്ലാതെ സെപ്പറേറ്റും സെറ്റ് ചെയ്തു സൂപ്പ് ബൗളിന് വേണ്ടിയിട്ട്, അതും സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഗ്ലാസ് എല്ലാം തുടയ്ക്കാനുണ്ടായിരുന്നു. അത് ഷാറൂഖ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഷാറൂഖ് അങ്ങ് ഏറ്റെടുത്തു. പിന്നെ വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി താഴോട്ട് പോയി വെൽക്കം ഡ്രിങ്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഒരാളുടെ കുറവുണ്ടായിരുന്നു, അതായിരുന്നു കുക്കു അപ്പോഴേക്കും അവിടെ എത്തി. പിന്നെ വെൽക്കം ഡ്രിങ്ക് കുക്കുവിനെ അങ്ങ് ഏൽപ്പിച്ചു. പൂജയും കാര്യങ്ങളെല്ലാം നല്ല തകൃതിയായിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. 4 മണി മുതൽ തന്നെ ചായയും സ്നാക്സും റെഡിയായി വെച്ചു അവിടെ. പിന്നെ ഞങ്ങൾ നേരെ ബൊഫെ കൗണ്ടറിലോട്ട് പോയി. അപ്പോൾ റെഡിയായി ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായി സെറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഷാറൂഖ് എന്നെ നോക്കി ചിരിച്ചാണ് കാണിച്ചത്. പിന്നെ ഏതൊക്കെ ഐറ്റത്തിൻ്റെ പേര് അവൻ പറയുന്നുണ്ടായിരുന്നു. ഷെഫ് മസ്കറ്റ് ഹോട്ടലിലെ ഷെഫായിരുന്നു ഇന്ന് ഫുഡ് ഉണ്ടാക്കിയേക്കുന്നത്. അധികം ആൾക്കാരില്ലായിരുന്നു, ഒരു 80 പേർക്കായിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. ആ റിസോർട്ടിൻ്റെ ഓണറും അവരെ ഫാമിലിയും പിന്നെ അടുത്ത കൂട്ടുകാരും മാത്രമേ ഉള്ളായിരുന്നു. ഫങ്ഷൻ പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 6:30-7 മണി മുതൽ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേരായിട്ടാണ് വന്നത്. കാര്യം അധികം ആളില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പേരായിട്ടാണ് കഴിക്കാൻ വന്നത്. നല്ല ഒരുപാട് ഐറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് നമ്മൾ പുഡിങ്ങും ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അത് അവിടുത്തെ സ്റ്റാഫാണ് സെർവ് ചെയ്തത്. നമ്മളൊന്നും സെർവ് ചെയ്യാനില്ലായിരുന്നു, എല്ലാം സെൽഫ് സെർവ് ആയിരുന്നു. ഫുഡ് കഴിച്ചവരും എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളും അത് കേട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡ് കഴിക്കണമെന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പോഴാണ് അതുവഴി പോയ അതുൽ അവിടെ വന്നത്. കഴിഞ്ഞ വർക്കിൻ്റെ പൈസ തരാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് അവൻ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൻ കുറച്ച് ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് പോയി. ആളെല്ലാം കുറഞ്ഞപ്പോൾ ഞാനും ബാലും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞാൻ കുറച്ച് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്. ബാലു നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റതിന് ശേഷം ഷാറൂഖും കുക്കും ഇരുന്ന് ഫുഡ് കഴിച്ചു. കണ്ണേണ്ണൻ ഓൾറെഡി ഫുഡ് ഞങ്ങളോട് ഇരുന്ന് കഴിച്ചായിരുന്നു. ബാലുവിൻ്റെ വർക്കായിരുന്നു ഇന്നത്തത്. ഫുള്ള് സാധനവും ബാലുവിൻ്റെ ആയിരുന്നു. പിന്നെ ആളെല്ലാം ഒതുങ്ങിയപ്പോൾ സാധനങ്ങളെല്ലാം റിട്ടേൺ എടുത്ത് വണ്ടിയിൽ കയറ്റാനുള്ള അതിർത്തിയിലായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഫുഡ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ബാക്കിയുള്ളവർ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.